അസ്സലാമു അലൈക്കും. മസ്ജിദുൽ കിബിലത്തെ രണ്ട് കിബിലകളുള്ള പള്ളി. സൂര്യൻ മദീനയുടെ മുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ലുഹർ നമസ്കാരത്തിന്റെ സമയമായിരുന്നു അത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോടൊപ്പം നമസ്കരിക്കുകയായിരുന്നു. അന്ന് നമസ്കാരത്തിന്റെ ദിശ അഥവാ കിബില ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സ ആയിരുന്നു. വർഷങ്ങളായി പ്രവാചകന്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു, അള്ളാഹുവിന്റെ ഭവനമായ മക്കയിലെ കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കണം എന്ന ആഗ്രഹം. ആ ആഗ്രഹം മനസ്സിൽ വെച്ച് അദ്ദേഹം പലപ്പോഴും ആകാശത്തേക്ക് നോക്കി അള്ളാഹുവിൽ നിന്നുള്ള വെളിപാടിനായി കാത്തിരിക്കാറുണ്ടായിരുന്നു. പ്രവാചകൻ നമസ്കരിച്ചുകൊണ്ടിരിക്കെ ആ നിമിഷം അള്ളാഹുവിൻ്റെ വെളിപാട് എത്തി. ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 144 വചനം, നിങ്ങളുടെ മുഖം ആകാശത്തേക്ക് തിരിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. അതിനാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കിബിലയിലേക്ക് നിങ്ങൾക്ക് നാം തിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ മുഖം മസ്ജിദുൽ ഹറമിൻ്റെ നേരെ തിരിക്കുക. നിങ്ങൾ എവിടെയായിരുന്നെങ്കിലും നിങ്ങളുടെ മുഖം അതിൻ്റെ നേരെ തിരിക്കുക. ഈ ദൈവിക കൽപ്പന ലഭിച്ച ഉടൻ തന്നെ പ്രവാചകൻ നമസ്കാരത്തിനിടയിൽ തന്നെ ദിശ മാറ്റി ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയുടെ ദിശയിൽ നിന്ന് മക്കയിലെ കഅബയിലേക്ക് തിരിച്ചു. അങ്ങനെ ഒരൊറ്റ നമസ്കാരത്തിൽ തന്നെ രണ്ട് ദിശകളിലേക്ക് തിരിഞ്ഞ് നമസ്കാരം പൂർത്തിയാക്കി. ഈ അവിസ്മരണീയമായ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച പള്ളി പിന്നീട് മസ്ജിദുൽ കിബിലത്തൈൻ അഥവാ രണ്ട് കിബിലകളുള്ള പള്ളി എന്ന പേരിൽ അറിയപ്പെട്ടു.